എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സംഭാവനകൾ അയയ്ക്കുക, ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും തരിക, മെമ്പർഷിപ്പ് എടുക്കുക. GST കൗൺസിലിന്റെ തീരുമാനം വന്നു കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ ആഗ്രഹവും ആശയും GST കൗൺസിൽ അംഗീകരിച്ചു കഴിഞ്ഞു. 75ഓളം വസ്തുക്കൾക്കാണ് വില കുറയുന്നത്. പക്ഷേ നമുക്ക് ലോട്ടറിക്ക് ഒരു വലിയ അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 28% നിന്ന് ലോട്ടറി 40% സ്ലാബിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് അത് കേരളത്തിനും പശ്ചിമ ബംഗാളിനും ഒരു വലിയ അടിയാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഈ കേന്ദ്രത്തിന്റെ ഒന്നുകിൽ 28% നികുതി തുടരണം, അല്ലെങ്കിൽ 40% ആക്കുകയാണെങ്കിൽ അതിന്റെ കോമ്പൻസേഷൻ തുക കേരളത്തിനൂടെ കിട്ടണമെന്ന് ബാലഗോപാൽ പറഞ്ഞു. എന്തായാലും കേരളത്തിന് വലിയ നഷ്ടം വരാൻ സാധ്യത, കാരണം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇവിടുന്ന് ഈ വില കുറച്ചാൽ ആളുകൾ കൂടുതൽ സാധനം വാങ്ങും. പക്ഷെ അതിന്റെ ഗുണം കിട്ടുന്നത് എപ്പോഴും കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും എന്നുള്ളതാണ്. 900 കോടി രൂപയുടെ കുറവ് നമുക്കുണ്ടാകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ GST പരിഷ്കരണത്തിൽ 2500 കോടിയിൽ പരം നഷ്ടം വരും എന്നൊരു കണക്കും ബാലഗോപാൽ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ സംസ്ഥാനങ്ങളുടെ നഷ്ടം എത്രയാണെന്ന് കൃത്യമായി കണക്കില്ല. BJP സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. GSTക്ക് പകരം പഴയ നികുതി സംവിധാനമായിരുന്നെങ്കിൽ 40 മുതൽ 50% വരെ അധിക വരുമാനം ലഭിക്കുമായിരുന്നുവെന്നും ബാലഗോപാൽ പറഞ്ഞു. ഈ ബാലഗോപാലിന് എന്താണെന്നറിയില്ല. ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യത്തെ ഇങ്ങനെ എതിർക്കാവോ? നാരങ്ങ വെള്ളം മുതൽ സകല സാധനത്തിനും വില കുറഞ്ഞില്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? രാജ്യത്ത് വില കുറച്ചല്ലേ പോകണം. നിങ്ങൾ ഏതെങ്കിലും ഒരു വസ്തുവിന് നിങ്ങളുടെ ജന്മകാലത്ത് ഇതുവരെയുള്ള 57 മുതലുള്ള ഭരണം ഇതുവരെ എടുത്തുള്ളൂ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെയോ ടാക്സിൻ്റെയോ എന്തെങ്കിലും നിങ്ങൾ കുറച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം കുറച്ചിട്ടുണ്ടോ? എന്നിട്ട് ഇങ്ങനെ ഉളുപ്പില്ലാതെ വർത്തമാനം പറയരുത്. ലോട്ടറി ഒന്നും ആരും വാങ്ങേണ്ട കാര്യമില്ല. ലോട്ടറി എന്ന് പറയുന്നത് ഒരു ചൂതാട്ടമാണ്. മദ്യം എന്ന് പറയുന്ന മറ്റൊരു സാധനമാണ്. നിങ്ങൾ വേറെ കാര്യങ്ങൾ ആലോചിക്കൂ ബാലഗോപാൽ, മിസ്റ്റർ ബാലഗോപാൽ. നിങ്ങൾ കേരളത്തിനെ ഒരു ഉൽപ്പാദന സംസ്ഥാനമാക്കുന്ന എങ്ങനെയെന്ന് ആലോചിക്കൂ. 1 ലക്ഷം കോടി രൂപയാണ് കേരളത്തിൽ വരുന്നത്. അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. നിങ്ങൾ ലോട്ടറി, അതുപോലെ ലോട്ടറി തൊഴിലാളികളുണ്ട്, അവർക്ക് കൃത്യമായി കുറെ അധികം ലോട്ടറി തൊഴിലാളികളോട് സമ്മതിച്ചു. ഓരോ കാര്യങ്ങൾ നിരോധിക്കുമ്പോൾ അതിന്റെ തൊഴിലാളികൾക്ക് നഷ്ടം വരും. അവരെ മറ്റ് കാര്യങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കണം. കൃഷി നഷ്ടമായപ്പോൾ തീർച്ചയായിട്ടും കുറെ ആളുകൾ കെട്ടിട നിർമ്മാണ തൊഴിലാളിയിലേക്ക് പോയി. കെട്ടിട നിർമ്മാണം ഇടിഞ്ഞപ്പോൾ ആളുകൾ പോകും. അല്ലെങ്കിൽ അതിനാവശ്യമായ മറ്റ് പരിപാടികൾ ഗവൺമെന്റ് ആലോചിക്കുക. അല്ലാതെ തൊഴിലാളികളുടെ പേരിൽ കണ്ണുവഴി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ആവശ്യിക്കാൻ കഴിയില്ല. ലോട്ടറിയും മദ്യവും ഒന്നും നമ്മുടെ ഒരു വലിയ വരുമാനമാക്കി എടുക്കാൻ കഴിയില്ല. അതുപോലെ എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങൾക്കും വില കുറയ്ക്കുകയും, എന്നാൽ മറ്റ് ചില അനാവശ്യ സാധനങ്ങൾ, കൊക്കോകോള പോലുള്ള സാധനങ്ങൾക്ക്, മനുഷ്യന് ആവശ്യമില്ലാത്ത സാധനങ്ങൾക്കൊക്കെ അമേരിക്കയുടെ പല ഉൽപ്പന്നങ്ങൾക്കും വില കൂട്ടുകയും ചെയ്തുകൊണ്ട്, ടാക്സ് കൂട്ടുകയും ചെയ്തുകൊണ്ട് വളരെ കൃത്യമായൊരു നിലപാടാണ് GSTയിൽ കേന്ദ്രമെടുത്തിരിക്കുന്നത്. അത് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് കാര്യമില്ല. സെസ് ഏർപ്പെടുത്താൻ അനുമതി നൽകണമെന്ന്. ഇനിയിപ്പോൾ സെസ്സും കൂടെ ഏർപ്പെടുത്തി പാവപ്പെട്ടവന്റെ മണ്ടേ കയറാനാണ്. ഈ എന്തിനാണ് ബാലഗോപാലെ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ അനുജനുണ്ട്, ഹരിലാലുണ്ട്, ഡോക്ടർ KN ഹരിലാൽ. അദ്ദേഹം നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു ധനമന്ത്രി, ഒരു ആളായിരുന്നു. അദ്ദേഹത്തെ മത്സരിപ്പിച്ച് അദ്ദേഹത്തെ ധനമന്ത്രിയാക്കിയായിരുന്നു. തോമസ് ഐസക് ഇരുന്ന സ്ഥലത്താണ് താങ്കൾ ഇരിക്കുന്നത്. ഡോക്ടർ തോമസ് ഐസക് ഇരുന്ന സ്ഥലത്താണ് ബാലഗോപാൽ ഇരിക്കുന്നത്. താങ്കൾ എനിക്ക് വ്യക്തിപരമായ പരിചയമുണ്ട്. ആ സ്നേഹമൊക്കെ നിലനിർത്തി പറയട്ടെ. താങ്കൾ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഞാൻ അവിടെ കൃത്യമായി ജലസംരക്ഷണത്തിന്റെ ക്യാമ്പയിനൊക്കെ നടത്തി തന്ന ആളാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ വ്യക്തിപരമായ പരിചയമുണ്ട്. ബാലഗോപാൽ ജി, താങ്കൾക്ക് പറ്റിയ വകുപ്പല്ല ഇത്. താങ്കൾക്ക് മന്ത്രിയാവണമെങ്കിൽ മറ്റൊരു വകുപ്പിലേക്ക് താങ്കളെ മാറ്റാൻ പറയൂ. താങ്കൾക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി താങ്കൾക്ക് പറ്റിയൊരു വകുപ്പല്ല. താങ്കൾ അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേതെങ്കിലും വകുപ്പിലേക്ക് മാറിയിട്ട് ആ ഡോക്ടർ KN ഹരിലാലിനെ ധനമന്ത്രിയാക്കിയെങ്കിലും ഈ രാജ്യം രക്ഷപ്പെട്ടു പോയതിന്. തോമസ് ഐസക്കിനെ നിങ്ങളാക്കിയില്ല. പോട്ടെ, മുഖ്യമന്ത്രിയുടെ ഒരു പിടിവാശിയും ഈഗോയും കോംപ്ലക്സും കൊണ്ട് ഐസക്കിനെ മാറ്റി. അദ്ദേഹം പക്ഷേ ലോകം മുഴുക്ക ഓടി നടന്നിപ്പം മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹം വീട്ടിലൊന്നും ഇരിക്കുന്നില്ല. അതവിടെ നിൽക്കട്ടെ. എന്തായാലും GSTയിൽ കേരളത്തിന്റെ ഈ ഒരു കുറവ് കേന്ദ്രം നികത്തണം. പക്ഷെ അതിന് പകരം സെസ് ഏർപ്പെടുത്തണം. ലോട്ടറിയുടെ പരിപാടി ഇതൊന്നും കൊണ്ടുവരരുത്. തീർച്ചയായും GSTയിൽ പുതിയ ഇളവ് കിട്ടിയിരിക്കുന്ന ഇളവ് ജനങ്ങൾക്ക് കിട്ടിക്കോട്ടെ. അത് ജനങ്ങൾക്ക് കിട്ടാനുള്ളതാണ്. അത് വേണ്ട എന്ന് പറയാൻ തീർച്ചയായിട്ടും ഒരു കാരണവശാലും ബാലഗോപാലന്മാർ പുറത്തിറങ്ങരുത്.